all, welcome to our next video of Bright to Success. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ല, പല ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 1 മാർക്കിനും 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, മാക്സിമം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഈസി ആയിട്ട് പഠിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്, ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് മാത്രമാണ് പറയുന്നത്. നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെറിയ പോർഷനായിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ആവശ്യമില്ലാതെ എല്ലാം കൂടി വാരി വലിച്ച് പഠിക്കാതെ ആവശ്യമുള്ള പോർഷൻസ് മാത്രം കറക്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാലോ. ഫസ്റ്റ് വരുന്ന ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. സെക്കൻഡ് വരുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ആൻഡ് തേർഡ് വരുന്നത് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ദെൻ ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്താണ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്താണ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്താണ്, ദെൻ അതിൻ്റെ കീഴിൽ ആരൊക്കെയാണ് വരുന്നത് എന്നെല്ലാം നമ്മളിപ്പോൾ പഠിക്കും കേട്ടോ. ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. എന്താണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്നാണ് നമ്മൾ ഈ ഒരു ഗ്രാഫിൽ നമ്മൾ കണ്ടായിരുന്നു. എന്താണ് ഫസ്റ്റ് വരുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് നോക്കാം. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് സീനിയർ most executives of the organization who are responsible for framing business policies and taking major decisions. ആരൊക്കെയാണ് സീനിയർ? ഒരു ഓർഗനൈസേഷനിൽ സീനിയർ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഹൈ പോസ്റ്റിൽ വരുന്ന ആൾക്കാരാണ് എന്തിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. എന്ത് ചെയ്യുന്നവരാണ് പറഞ്ഞിരിക്കുന്നത്? ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫ്രെയിമിംഗ് ബിസിനസ് പോളിസീസ് ആൻഡ് ടേക്കിംഗ് മേജർ ഡിസിഷൻസ്. ആ ഓർഗനൈസേഷനിൽ പോളിസീസ് ഫ്രെയിം ചെയ്യാനും മേജർ ഡിസിഷൻസ് ആ ഓർഗനൈസേഷൻ തന്നെ എല്ലാ ഡിസിഷൻസും ടേക്ക് ചെയ്യുന്നത് ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലുള്ളവരാണ്. ഓക്കെ, ഇത് ഇത്ര മനസ്സിലായല്ലോ. അപ്പോൾ ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ആരൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. ആരൊക്കെയാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, പ്രസിഡൻറ്റ്, ചെയർമാൻ, വൈസ് പ്രസിഡൻറ്റ്, ജനറൽ മാനേജർ, ബോർഡ് ഓഫ് ഡയറക്ടർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസേഴ്സ്. ഇവരെല്ലാം എന്താണ് ഇമ്പോർട്ടൻറ്റ്, ഒരു ഓർഗനൈസേഷനല്ല ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും നോക്കി വെക്കുക. കാരണം ഇതിൽ ടോപ്പ് ലെവൽ ഒന്നുകിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പേര് തന്നിട്ട് ഇപ്പോൾ വൈസ് പ്രസിഡൻ്റ് ആണെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് വന്നിട്ട് വൈസ് പ്രസിഡൻറ്റ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണോ ലോവർ ലെവൽ മാനേജ്മെൻറ്റിലാണോ മിഡിൽ ലെവലിലാണോ എന്ന് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ ഒരു പോർഷൻ നോക്കി വെക്കുക. ഓക്കെ, ഇത് എല്ലാവരുടെയും പേരൊന്നും നോക്കി വെക്കുക. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ഫോർമുലേറ്റിംഗ് ഓവറോൾ ഓർഗനൈസേഷൻ ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ ദെയർ അച്ചീവ്മെൻറ്റ്. എന്താണ് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഓവറോൾ ഗോളും സ്ട്രാറ്റജീസൊക്കെ ഫ്രെയിം ചെയ്യുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആണ്. ഓക്കെ, അപ്പം അവിടെ ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെ എല്ലാം നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ പോയാൽ തന്നെ നമുക്കറിയാമല്ലേ. അപ്പോൾ നമ്മളൊരു വർക്കറായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ അവർ പറയുന്ന ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പറയുന്ന കാര്യങ്ങളാണല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസിഷൻസ് എല്ലാം ഈ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ റൺ ചെയ്തുകൊണ്ട് പോകണം, അവരുടെ സ്ട്രാറ്റജി എന്താണ്, എന്ത് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടായിരിക്കണം ആ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത് എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് ആയത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ആണ് ഫ്രെയിമിംഗ് പ്ലാൻസ് ആൻഡ് പോളിസീസ് ടു അച്ചീവ് ഡിസൈഡ് ഒബ്ജക്റ്റീവ്. ഇത് ഇവിടെ പറഞ്ഞ തന്നെയാണ്. ഫ്രെയിമിംഗ് പ്ലാൻസ് ഓരോ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് അത് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള പ്ലാൻസും എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? കോർഡിനേറ്റിംഗ് ദ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. Then top level management is held responsible for overall success or failure of the organization. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതിനെല്ലാം ഉത്തരവാദി അല്ലെങ്കിൽ അതിനെല്ലാം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആണ്. ഓക്കെ, ഒരു ഓർഗനൈസേഷന് ഒരു ഗെയിൻ ആണ് ഉണ്ടാകുന്നതെങ്കിലും ഒരു നഷ്ടമാണ് ഉണ്ടാകുന്നതെങ്കിലും എല്ലാം ആർക്കാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. ദെൻ അറേഞ്ചിങ് റിസോഴ്സസ് സച്ച് ആസ് മെൻ, മണി ആൻഡ് മെഷീൻ ടു അച്ചീവ് ദ ഡിസൈർഡ് ഗോൾസ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇറങ്ങി നേരെ ചെയ്ത് ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അത് മറ്റുള്ളവരെ കൊണ്ട് അല്ലെങ്കിൽ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതും കൂടി ആരുടെ ജോലിയാണ്? ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ജോലിയാണ്. ഓക്കെ, അപ്പം ഈ വർക്കേഴ്സിനെയും മെന്നിനെയും മണിയെയും മെഷീനെയും എല്ലാം ഒത്തുകൊണ്ടുവരണം അല്ലേ. മഴയുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു എല്ലാ കാര്യങ്ങളും റൺ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ വർക്കേഴ്സ് വേണം. ഈ ഒരു കാര്യങ്ങളെല്ലാം റൺ ചെയ്തുകൊണ്ട് പോകാൻ ആര് വേണം? വർക്കേഴ്സ് വേണം. അതുപോലെ തന്നെ മെഷീനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ഇത്രയുമാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്താ നമ്മൾ ആദ്യം നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ നോക്കിയത്? ഫങ്ഷൻസ് നോക്കി. ഇത് ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് നമ്മൾ എന്താ നോക്കാം? ഇത്
ഇനി നമുക്കറിയാം, നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നതാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്താ നോക്കാം. Middle level of management is subordinate to top level management and superior to lower level management. ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ സബോർഡിനേറ്റ് ആണ്. അപ്പം മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ സബോർഡിനേറ്റും ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ സുപ്പീരിയർ ആണല്ലേ. ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ സുപ്പീരിയറും ആണ്. Act link between top level and lower level management. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റും ലോവർ ലെവൽ മാനേജ്മെൻറ്റും തമ്മിലൊരു ലിങ്ക് ഉണ്ടാക്കുന്നത് ആരാണ്? മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റും ലോവർ ലെവൽ മാനേജ്മെൻറ്റും ലിങ്ക് ഉണ്ടാക്കുന്നത് ഈ മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ്. തന്നെ ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ ആരൊക്കെയാണുള്ളത് എന്ന് നോക്കാം. ആരൊക്കെയാണുള്ളത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സും ആണ് എവിടെ വരുന്നത്? ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ആണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. എന്ത് പറയാം? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഈ എക്സെട്രാ ഇനിയുണ്ടല്ലേ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എന്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ആണ് എവിടെ വരുന്നത്? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഇവിടെയും ചോദിക്കാം, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിട്ട് മിഡിലാണോ ലോവർ ആണോ ടോപ്പ് ആണോ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതറിയാമല്ലോ. അപ്പം മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് ക്ലിയർ ആയാലോ. അതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻസ് ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫങ്ഷൻ ഇൻ്റർപ്രറ്റിംഗ് ദ പോളിസീസ് ഫ്രെയിംഡ് ബൈ ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോളിസീസ് എല്ലാം നടപ്പാക്കുന്നത് ആരാണ്? യെസ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആണ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇറക്കുന്ന അല്ലെങ്കിൽ പുറപ്പെടുവിപ്പിക്കുന്ന പോളിസീസും ആക്ഷൻസും എല്ലാം നടപ്പിലാക്കുന്നതാണ് ആര് ചെയ്യുന്നത്? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. എൻഷുറിങ് ദാറ്റ് ദർ ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് നെസസറി പേഴ്സണൽ ഓർ വർക്കേഴ്സ്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എൻഷുറിങ് ദാറ്റ് ദർ ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് നെസസറി പേഴ്സണൽ ഓർ വർക്കേഴ്സ്. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യത്തിന് വർക്കേഴ്സ് ഉണ്ട് എന്നൊക്കെ നോക്കി ഉറപ്പ് വരുത്തി. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആവശ്യത്തിന് സ്റ്റാഫ്സ് ഉണ്ടോ, എല്ലാം കറക്റ്റായിട്ട് ചെയ്യാനുള്ള സ്റ്റാഫ്സ് ഒക്കെ ഹർക്യൂർഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത് ആരാണ്? ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആണ്. Then they are responsible for the proper functioning of special department. ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡാണ്. ഓക്കെ, അപ്പോൾ ആ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, ആവശ്യമുള്ള വർക്കേഴ്സ് ഉണ്ടോ, എല്ലാം കറക്റ്റ് പ്രോപ്പർ ടൈമിങ്ങിലാണോ നടക്കുന്നത് എന്നൊക്കെ നോക്കുന്നത് ആരാണ്? സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ആ ഡിപ്പാർട്ട്മെൻറ്റാണ് നോക്കുന്നത്. ഓക്കെ, ദെൻ മെയിൻറ്റെയിനിങ് കോപ്പറേഷൻ ഫ്രെയിംഡ് ബൈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എല്ലാ കോപ്പറേഷൻസും എല്ലാ പോളിസീസും എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ത് പറയുന്നു അതെല്ലാം നമ്മൾ അതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആണ്. ദെൻ അസൈനിങ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു വർക്കേഴ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ വർക്കേഴ്സിനും എന്ത് ഡ്യൂട്ടി ചെയ്യണം, ഓരോ വർക്കേഴ്സ് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആണ്. ഓക്കെ, അപ്പോൾ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്താ നോക്കി, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിന് വേറൊരു പേരും കൂടിയുണ്ട്, സൂപ്പർവൈസറി ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതുകൊണ്ട് നോക്കി വയ്ക്കുക. സൂപ്പർവൈസറി ലെവൽ മാനേജ്മെൻറ്റ് എന്ന് കണ്ടാലും ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാലും ആരാണ്? ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ആണ്. ഓക്കെ, എന്താ നോക്കാം. ഇറ്റ് ഇസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ഹൈറാർക്കി ഓഫ് മാനേജ്മെൻറ്റ് വിത്ത് ലിമിറ്റഡ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇതാണ് ലോവസ്റ്റ് ഒരു മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ ലോവസ്റ്റ് ലെവൽ ആരെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. നമ്മുടെ പേരിൽ തന്നെ അറിയാം ലോവർ ലെവൽ അല്ലേ. അപ്പോൾ അവർക്ക് എന്താണ്? ലിമിറ്റഡ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അവർക്ക് എന്തെങ്കിലും അവരുടെ ഡിസിഷൻസ് ഒന്നും എന്തില്ല. ഞാൻ ഒരു ഓർഗനൈസേഷനിൽ ഞാനൊരു വർക്കറാണ്, അപ്പോൾ എൻ്റെ ഗോൾ ഇതാണെന്ന് പറഞ്ഞ് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്താണോ ഡിസൈഡ് ചെയ്യുന്നത് ആ ഗോളാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിലുള്ളവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ലെവൽ പ്ലേസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് വർക്കേഴ്സായിട്ടുള്ള ഡയറക്റ്റ് കോൺടാക്റ്റും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനെക്കാളും കൂടുതലും വർക്കേഴ്സുമായിട്ട് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ വർക്കേഴ്സുമായിട്ട് കോൺടാക്ട് വരുന്നത് ആർക്കാണ്? യെസ്, ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റിനാണ്. ഓക്കെ, അപ്പോൾ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ ആരൊക്കെയാണ് വരുന്നത്? സൂപ്പർവൈസേഴ്സ്, സെക്ഷൻ ഓഫീസേഴ്സ്, ഇൻസ്പെക്ടേഴ്സ്, ഫോർമാൻ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് ഇതിൽ വരുന്നത്. ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ലിമിറ്റഡ് അതോറിറ്റിയാണ്, ലിമിറ്റഡ് റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് അവരുടെ ഫംഗ്ഷനാണ്. എന്താണ്? ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ആൻഡ് ടൈംലി കംപ്ലീഷൻ ഓഫ് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറഞ്ഞാലും ക്വാണ്ടിറ്റി കുറഞ്ഞാലും ടൈംലി കംപ്ലീഷൻ നടത്തിയില്ലെങ്കിലും എല്ലാം റെസ്പോൺസിബിൾ ആരാണ്? ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ആണ്.
ഓക്കെ, നല്ല ക്വാളിറ്റി ആണെങ്കിലും ആരാണ് റെസ്പോൺസിബിൾ, ആർക്കാണ് ക്രെഡിറ്റ്? ഈ ലോവർ ലെവൽ മാനേജ്മെന്റിനാണ്. മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ എമംഗ് വർക്കേഴ്സിനിടയിൽ ഒരു അടിയൊന്നും ഇല്ലാതെ അവരുടെ വർക്കെല്ലാം ഡിസിപ്ലിൻ ചെയ്തുകൊണ്ട് പോകാനും അവരുടെ ഇടയ്ക്ക് ഒരു കോൺഫ്ലിക്റ്റ് വരാതെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന റെസ്പോൺസിബിലിറ്റി ആർക്കുള്ളതാണ്? ലോവർ ലെവൽ മാനേജ്മെന്റിനുള്ളതാണ്. പിന്നെ എൻഷുർ സേഫ്റ്റി ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ വർക്കേഴ്സിന് ഏറ്റവും ആവശ്യമായിട്ട് ഉള്ളതാണ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ അല്ലേ. അപ്പോൾ അവർക്ക് അതെല്ലാം ഉണ്ടോ, അതിൽ അവരെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ആരാണ്? ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ്. പ്ലാനിങ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആൻഡ് അസൈൻ ടാസ്ക് ടു വർക്കേഴ്സ്. ഡേറ്റിൽ ഓരോ ദിവസം നീ ഇത് ചെയ്യണം, ഓരോ ദിവസം ഈ വർക്കർ ഇതാണ് ചെയ്യേണ്ടത്, ഈ ഗോളായിരിക്കണം അച്ചീവ് ചെയ്യേണ്ടത്, ഓരോ വർക്കറിനും അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഡ്യൂട്ടി ആർക്കുള്ളതാണ്? ലോവർ ലെവൽ മാനേജ്മെന്റിനുള്ളതാണ്. ദെൻ സെൻഡിങ് റിപ്പോർട്ട്സ് ടു വർക്ക് പെർഫോമൻസ് ടു മാനേജ്മെന്റ്. ഹയർ ലെവൽ മാനേജ്മെന്റിലോട്ട് ഈ വർക്കിന്റെ റിപ്പോർട്ടൊക്കെ, ഇന്ന് ഇത്ര വർക്ക് ചെയ്തു, ഇത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി ചെയ്തു, ഇത്ര വർക്കേഴ്സ് ഉണ്ടായിരുന്നു, ഇത്ര വർക്കേഴ്സ് ഇത്ര ടൈം കൊണ്ടാണ് ചെയ്ത് തീർത്തത്, എല്ലാ റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല, ചെറിയ ചെറിയ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ ഈ ക്ലാസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത പോർഷനായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.